കുറച്ചിൽ തുടങ്ങും. ഇവനേത് ബ്രോ പേരെന്താ ബ്രോ? സാമാനുണ്ട്, സാമാനത്തിൽ അറ്റം ചെത്തിയിട്ടുണ്ടോ, ചെത്താത്തതുണ്ടോ, അതുണ്ടോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ എംആർസിയിലുള്ളത്. നിങ്ങളാര്? ഇതാണ് ഇത് 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 ഞങ്ങൾക്ക് എത്ര ദിവസം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും? അല്ല ഇത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ. ഇത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സീരിയസ് ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറെ ദിവസമായി ഇത് ഞാൻ. നിങ്ങൾക്ക് ടിവിയിലെ മെമ്പേഴ്സിനെ അറിയത്തില്ലെങ്കിൽ തിരിച്ച് അതിനകത്തുള്ളവർക്കും നിങ്ങളുള്ള പുതിയ അവിടെ നിന്ന് വന്ന ആൾക്കാർ നമുക്ക് പറഞ്ഞുകൂടാ. അപ്പൊ സംസാരം ആകുമ്പോൾ പേരെന്താ ചോദിച്ചാൽ പേര് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും അതെ 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 അത് ന്യായമായ കാര്യം, അത് ന്യായമായ കാര്യമാണ്. എംആർസി ആണെന്ന് പറഞ്ഞാൽ മ്യൂച്വലി പോയ രണ്ട് മെമ്പേഴ്സ് റെഡി ആണെങ്കിൽ അത് അങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് പേര് മാത്രം വന്നിട്ട് മറ്റേ ഇത് പറഞ്ഞിട്ട് കുറച്ച് പേര് അമ്പി വയ്ക്കുന്നതിൽ ഒരു കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദിവസം ഇത് പറയാറുണ്ട് ഇവർമാർ. ഞാൻ പറഞ്ഞില്ല, ഇവന്മാർ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല എംആർസി ആൾക്കാർ നമ്മുടെ തലവെട്ടിക്കളയും മറ്റേ ഇതാക്കി കളയും. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. നിന്റെ അണ്ണൻ പറഞ്ഞതുപോലെ ദൈവം തമ്പുരാനെ അല്ലാതെ എനിക്ക് വേറൊരുത്തരം പേടിയില്ല. അതിന് നിന്റെ ഏതൊക്കെ കൊലകൊമ്പനാണെങ്കിലും എനിക്ക് ഒത്തിരി പേടിയില്ല. പറയാനുള്ള കാര്യം മൊത്തത്തിൽ പറയും. ഇത്രയും ദിവസം ഞാൻ റെസ്പെക്ട് കൊടുക്കേണ്ട എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് എന്റെ ചാറ്റിൽ പോലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് ആർപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് ബ്രോ നമ്മുടെ ചാറ്റിൽ ഒരു മോശമായ വാക്ക് പോലും പറയാൻ പാടില്ല എന്ന്. എന്നാൽ ഷമീർ വന്നാലും ഷെയ്ഖ് വന്നാലും മാക്ക് വന്നാലും ആര് വന്നാലും ഞാൻ അവയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്റെ ലൈഫ്. ഇത് ചിലപ്പോൾ റീലൊക്കെ ഓരോരുത്തർ കട്ട് ചെയ്ത് ക്ലിപ്പ് ആക്കിയിട്ട്